നമസ്തേ, നിത്യം യോഗയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കമ്പ്യൂട്ടറിന് മുന്നിലെ ജോലി, തെറ്റായ ഉറക്കം അല്ലെങ്കിൽ ടെൻഷൻ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന കഴുത്തുവേദനയോ മസിൽ സ്ട്രെയിനോ അനുഭവിക്കാത്തവർ വളരെ കുറവായിരിക്കും. ഇന്ന് നമ്മൾ കഴുത്തുവേദന കുറയ്ക്കാനും അതുപോലെ തന്നെ നെക്ക് മസിൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന സിമ്പിളായുള്ള കുറച്ച് യോഗ പ്രാക്ടീസാണ് ചെയ്യാൻ പോകുന്നത്. ദിവസവും വെറും 5 മുതൽ 10 മിനിറ്റ് വരെ മാത്രം ഇതിനായി മാറ്റിവെച്ച് നിങ്ങളുടെ നെക്ക് പെയിനിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം നേടാനാകും. കഴുത്ത് എന്ന് പറയുന്നത് 7 വെർട്ടിബ്രാസ് ചേർന്നതാണ്. അതായത് സെർവിക്കൽ 1 മുതൽ സെർവിക്കൽ 7 വരെ. ഇതിന്റെ മുകളിലാണ് ഏകദേശം 5 കിലോയോളം വരുന്ന നമ്മുടെ തലയിരിക്കുന്നത്. ഈ തലയുടെ ഭാരം താങ്ങുന്നത് കഴുത്തിന്റെ പിറകിലെയും വശങ്ങളിലുമുള്ള മസിൽസ് ആണ്. അപ്പോൾ മിക്ക കഴുത്തുവേദനയുടെയും പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മസിൽസിലേക്ക് കൂടുതൽ സമയം അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള പ്രാക്ടീസാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിസ്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും മേജർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട ശേഷം മാത്രം ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ നോർമൽ മസിൽ പെയിൻ ഉള്ളവർക്ക് ഈ ഒരു പ്രാക്ടീസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ മാറ്റിൽ സുഖകരമായി ഇരിക്കുക. സുഖാസനത്തിലോ അല്ലെങ്കിൽ വജ്രാസനത്തിലോ ഇരിക്കാവുന്നതാണ്. നിങ്ങളുടെ നട്ടെല്ല് നിവർത്തി വെച്ച് ഷോൾഡേഴ്സ് റിലാക്സ് ചെയ്യുക. കൈകൾ മടിയിൽ വെച്ച് പതിയെ കണ്ണുകൾ അടയ്ക്കുക. പുറത്തോട്ട് പോകുന്ന എല്ലാ ചിന്തകളെയും നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ മൂക്കിലൂടെ ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കഴുത്തിലെയും തോളിലെയും എല്ലാ മുറുക്കങ്ങളും അയച്ചുവിടുന്നതായി സങ്കല്പിക്കുക. 2 തവണ ഇങ്ങനെ ആവർത്തിക്കുക. പതിയെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. ഇനി നമുക്ക് ജെന്റിലായിട്ടുള്ള നെക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രാക്ടീസ് സെർവിക്കൽ റൊട്ടേഷൻ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വളരെ സാവധാനം തല വലതുഭാഗത്തേക്ക് തിരിക്കുക. കഴുത്തിന് ജെന്റിലായിട്ടുള്ള ഒരു സ്ട്രെച്ച് കിട്ടിയാൽ മതി. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല നേരെ കൊണ്ടുവരിക. പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് തിരിയുക. ഈ ഒരു പ്രാക്ടീസ് 5 തവണ കൂടെ റിപ്പീറ്റ് ചെയ്യുക. അടുത്തതായിട്ട് ലാറ്ററൽ ഫ്ലെക്ഷൻ. ഇനി തല നേരെ പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത് ചെവി വലത് തോളിലേക്ക് അടുപ്പിക്കുക. നിങ്ങളുടെ ഷോൾഡർ ചെവിയോടൊപ്പം ഉയർത്തരുത്. ഈ ഒരു പ്രാക്ടീസ് കഴുത്തിന്റെ ഇടതുവശത്തുള്ള ലെവേറ്റർ സ്കാപ്പുല മസിൽസിലേക്ക് ഒരു ജെന്റിലായുള്ള സ്ട്രെച്ച് കൊടുക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് ചേരുക. ഈ ഒരു പ്രാക്ടീസ് 5 തവണ കൂടെ റിപ്പീറ്റ് ചെയ്യുക. അടുത്തതായി സെർവിക്കൽ ഫ്ലെക്ഷൻ. ഇതിനെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ താടി നെഞ്ചിലേക്ക് താഴ്ത്തുക. നട്ടെല്ല് സ്ട്രെയിറ്റ് ആയി തന്നെ വെക്കുക. കഴുത്തിന്റെ പിൻഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുക. നിങ്ങളുടെ വലത് കൈ തലയുടെ മുകളിൽ വെച്ച് ജെന്റിലായിട്ട് കൈകൊണ്ട് പുഷ് ചെയ്യുക. കൂടുതൽ ബലം കൊടുക്കാൻ പാടില്ല. ഈ ഒരു പ്രാക്ടീസ് കഴുത്തിന് പിറകിലെ സബ് ഓക്സിപിറ്റൽ ഏരിയയിൽ ഒരു റിലാക്സേഷൻ കൊടുക്കുന്നു. 5 സെക്കൻഡ് ഈ ഒരു പോസ്റ്റർ ഹോൾഡ് ചെയ്യുക. പതിയെ നിങ്ങളുടെ കൈ മാറ്റി തല നേരെ കൊണ്ടുവരിക. അടുത്തതായി നിങ്ങളുടെ വലതു കൈ കൊണ്ട് തലയുടെ ഇടതുവശം പിടിച്ച് വലതു തോളിലേക്ക് നേരെ വലിക്കുക. ഇതും വളരെ ജെന്റിലായിട്ട് ചെയ്യുക. ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെച്ച് അനുഭവപ്പെടുന്ന മസിലിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെയുള്ള ടെൻഷൻ മെല്ലെ അയഞ്ഞു പോകുന്നതായി സങ്കല്പിക്കുക. 10 സെക്കൻഡ് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുക. പതിയെ കൈ റിലീസ് ചെയ്തുകൊണ്ട് തല നേരെ കൊണ്ടുവരിക. ഇനി ഇടത് കൈ കൊണ്ട് മറുവശത്ത് പ്രാക്ടീസ് ആവർത്തിക്കുക. അടുത്തത് നിങ്ങളുടെ സ്പൈൻ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കാറ്റ് ആൻഡ് കൗ സ്ട്രെച്ച് ആണ്. ഇതിനായി നിങ്ങൾ ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് വരിക. നിങ്ങളുടെ കൈകൾ തോളുകൾക്ക് താഴെയും കാൽമുട്ടുകൾ ഇടുപ്പിന് താഴെയുമായിരിക്കണം. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വയറ് താഴേക്ക് താഴ്ത്തി തല മെല്ലെ മുകളിലോട്ടേക്ക് ഉയർത്തുക. സ്പൈനൽ എക്സ്റ്റൻഷൻ. ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് നട്ടെല്ലൊരു പൂച്ചയെ പോലെ മുകളിലേക്ക് വളച്ച് താടി നെഞ്ചിലേക്ക് അടുപ്പിക്കുക. സ്പൈനൽ ഫ്ലെക്ഷൻ. ഈ ഒരു പ്രാക്ടീസ് 7 മുതൽ 10 തവണ വരെ ആവർത്തിക്കുക. ഈ ഒരു പ്രാക്ടീസ് നമ്മുടെ കഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന തൊറാസിക് സ്പൈനെ ഫ്ലെക്സിബിൾ ആക്കാൻ സഹായിക്കും. പ്രാക്ടീസിന് ശേഷം വീണ്ടും സുഖാസനത്തിലിരിക്കുക. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ശരീരത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ കഴുത്തിലും ഷോൾഡേഴ്സിലും എന്തെങ്കിലും മാറ്റം അനുഭവപ്പെടുന്നുണ്ടോ? സുഖാസനത്തിലിരുന്നുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ ശ്വസനത്തിലേക്ക് കൊണ്ടുവരിക. ഓരോ ശ്വാസം ഉള്ളിലേക്ക് വരുന്നതും പുറത്തോട്ട് പോകുന്നതും ശ്രദ്ധിക്കുക. മറ്റെന്തെങ്കിലും ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ശ്വസനത്തിലേക്ക് കൊണ്ടുവരിക. ശ്വസനത്തിലേക്ക് ശ്രദ്ധ പൂർണ്ണമായി കേന്ദ്രീകരിച്ച് അടുത്തൊരു മിനിറ്റ് നേരത്തേക്ക് സുഖാസനത്തിലിരിക്കുക. ഈ ഒരു പ്രാക്ടീസ് നമ്മുടെ മസിൽ സ്ട്രെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്ന എൻഡോർഫിൻസ് എന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. പതിയെ നിങ്ങളുടെ കൈകൾ റബ്ബ് ചെയ്ത് ആ വാംനെസ് നിങ്ങളുടെ കണ്ണുകളിൽ അപ്ലൈ ചെയ്യുക. ഇനി വളരെ പതിയെ കണ്ണുകൾ തുറക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഈ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വരുന്ന പ്രാക്ടീസ് നിങ്ങൾ ദിവസവും ചെയ്താൽ നിങ്ങളുടെ നെക്ക് പെയിൻ കുറയ്ക്കാൻ അത് സഹായിക്കും. നിങ്ങൾ രാവിലെ ഉണർന്നതിന് ശേഷം അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അധികം ബലം കൊടുക്കാതെ റിലാക്സ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ വെൽനെസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. നമസ്തേ.